ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്താ പറയുക, ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കേട്ടോ. വീഡിയോസ് എഡിറ്റ് ചെയ്യണതല്ല, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന കാര്യം ഞാനതെങ്ങനെ പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഈ പറഞ്ഞ തംബ്നെയിൽ മേക്കർ എന്നുള്ള ഒരു ആപ്പ് കേട്ടോ. ഞാൻ അതിലാണ് ഈ പറഞ്ഞ തംബ്നെയിലും അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അത് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് തീമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക കേട്ടോ. അവിടെ തന്നെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കുറേ അധികം തീമുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊരു തീം നമ്മൾ സെലക്ട് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട തീം സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ വന്നിട്ട് ഈ നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തീമാണ് സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന താഴെ ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ യൂസ് ഗാലറി ഉണ്ടാവും കേട്ടോ. അവിടെയൊക്കെ കയറുമ്പോൾ നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ ഗ്യാലറിയിലേക്കാണ്. ഗ്യാലറിയിലേക്ക് പോകുമ്പം നമുക്ക് അവിടെ ഏത് ഫോട്ടോയാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഫോട്ടോ അവിടെ ചൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ ഒരു ഫോട്ടോയാണ് ചൂസ് ചെയ്തേക്കുന്നത്. അവിടെ നമ്മൾ ഈ ഫോട്ടോസ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചെറുതും വലുതൊക്കെ ആക്കാൻ പറ്റും. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വലുതാക്കും ചെറുതൊക്കെ ചെയ്തിട്ട് ഞാൻ ആ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിടുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു മോട്ടിവേഷൻ പോലെയാണ്. അപ്പം ഞാൻ ആ ഫോട്ടോസ് അവിടെ വെച്ചു. അതിനുശേഷം അവിടെ അമ്മ എന്ന് ഞാനവിടെ ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാം, അല്ല വോയിസ് മതി എന്നുണ്ടെങ്കിൽ ഒരു വോയിസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏത് ലാംഗ്വേജിലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളവിടെ ചൂസ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ അമ്മ എന്ന് കൊടുത്തു. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം കേട്ടോ. താഴെ തന്നെ അവിടെ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. നമ്മൾ കൊടുത്തിട്ടും തീമും ഫോട്ടോസിനൊക്കെ മാച്ച് ആയിട്ടുള്ളൊരു കളറാണ് അത് നമുക്ക് ബാക്കിയുള്ളവർ കാണുന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ഞാൻ റെഡ് കളർ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എഴുതിയത് വൈറ്റ് കളറിലാവണം എന്നുണ്ട്, പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് കളർ കൊടുത്താൽ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അവിടെ. അത് ആരമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ടെസ്റ്റിലോട്ട് പോവുക. നമുക്ക് എന്താണോ വേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ വോയിസ് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല, അത് കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് അവിടെ വോയിസ് കൊടുക്കുക കേട്ടോ. വേണ്ട കാര്യങ്ങൾ അവിടെ പറയുക. അതവിടെ വരുമ്പം അവിടെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ആഡ് ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ ആഡ് കൊടുത്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ എഴുതിയ ഒരു കാര്യം ഏത് വലുപ്പത്തിലാണോ എങ്ങനെയാണോ വേണ്ടത് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അത് കിട്ടും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഫേസ് കാണുന്ന രീതിയിലാവണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അതിനെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ബ്ലാക്ക് കളർ ആകുമ്പോൾ വൈറ്റ് കളർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയിൽ കാണാൻ പറ്റും. അതിന് ചെറിയ രീതിയിൽ ഔട്ട്ലൈൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് നിറത്തിനാണ് ഏത് നിറത്തിന് ഏത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രീതി മനസ്സിലാക്കിയിട്ട് അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ ഓക്കെ ആയി. വീണ്ടും നമ്മൾ പഴയ പോലെ ടെക്സ്റ്റ് നമുക്ക് എന്താണ് അവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ പോയി ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ ടൈപ്പ് ചെയ്ത് അതും കൂടെ അതിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ കളറും ഈ ബാക്ക്ഗ്രൗണ്ടും കളറും ഔട്ട്ലൈനൊക്കെ കൊടുത്ത് വീണ്ടും സെറ്റാക്കുക. അത് ഇപ്പം ഇത് ആഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെയൊക്കെ അവസാനമായിട്ട് കിട്ടിയ ഈ റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇങ്ങനെയാണ് ഞാൻ കുറച്ച് വീഡിയോസ് ഇടാറുള്ളത്. അപ്പം ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന കാര്യം കുറച്ച് പേർക്ക് അറിയില്ലായിരുന്നു. ഞാനും കുറച്ചായിട്ടുള്ള പഠിച്ചിട്ട് പുതിയൊരു ആപ്പിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ശേഷം ഞാനൊരു ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായി, അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ. അതാണ് അവിടെ ജസ്റ്റ് അവിടെ നീക്കി കാണിച്ചത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് കാണുക. കൂടെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ഇടാൻ മറക്കരുതേ. അപ്പം ഈ പറഞ്ഞ മേലെ കാണുന്ന ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സേവ് ആവാനുള്ളൊരു ഓപ്ഷൻ കാണും, അത് സേവ് ചെയ്യുക. പിന്നെ നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ഏത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.